എടാ എന്നാൽ എന്തായിരിക്കും അവൾ അങ്ങനെ മൊഴി കൊടുത്തത്? ഉത്തരവാദിത്തം കളിക്കാൻ പോയല്ലേ, ഇനിയിപ്പോ അനുഭവിക്കാം. എന്നാലും ഒരെന്നാലും ഇല്ല. ഇന്നത്തെ കാലത്ത് പെണ്ണിന്റെ വാക്കിനാ വില. എനിക്ക് എന്ത് ചെയ്യും നമ്മൾ? എടാ നമുക്ക് മുങ്ങിയാലോ? മണ്ടത്തരം പറയണോ? നാളെ പോലീസ് വീട്ടിലെത്തില്ലേ? എന്നാലും ഓളങ്ങനെ പറഞ്ഞ എന്തായാലും അറിയണം. വാ എങ്ങോട്ട്? എടാ ഹോസ്പിറ്റലില്. എടാ അവിടെ ഫുൾ പോലീസായിരിക്കും, ആ നോക്കാം. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് വരുന്ന വഴിയാണ് സാർ. നിങ്ങളിങ്ങ് വന്നേ. ഇവിടെ നിങ്ങൾക്കൊരു ഉത്തരവാദിത്ത ബോധമില്ലേ? ഒരു പെൺകുട്ടിനെ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കി കഴിയുന്നത് അവിടെ മുങ്ങിക്കളയല. നാളെ എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഒരു കാര്യം, നിങ്ങളെക്കുറിച്ച് ഇതുവരെ ആ പെൺകുട്ടി ഒരു പരാതിയും തന്നില്ല. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യും. ഇപ്പൊ തൽക്കാലം വലിയ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ പേരും അഡ്രസ്സും ഫോൺ നമ്പർ അവിടെ എഴുതി കൊടുക്കും. അതോ സാർ ഇവർ അഡ്രസ്സും ഫോൺ നമ്പർ എഴുതി കൊടുക്കും. ശരി പോയി. ഓരോ പ്രശ്നങ്ങൾ ഓരോ സമയത്തും ഓരോ പ്രശ്നങ്ങൾ. ഒരു ജാതകം ഒന്നും ജാതകം ഒക്കില്ല, അല്ലെങ്കിൽ ഓക്ക് പിടിക്കില്ല, ഓന് പിടിക്കില്ല. ഇത് തന്നെ പ്രശ്നം. ഇതാവും ഇത് നല്ല ഭയങ്കര ഭാഗ്യം. ഇത് നല്ല നല്ല പെണ്ണും മോശമില്ല, നല്ല കുടുംബം. ഇവിടെ വീട്ടിൽ നല്ല നല്ല ഇതൊരു ഇല്ലാതില്ല, നല്ല നല്ലൊരു ഉദ്യോഗസ്ഥന്റെ പ്രശ്നമുണ്ട്. നല്ലൊരു ഭാഗ്യം. എന്തോ പറഞ്ഞാലും മോശമല്ല. വേണം നോക്കിയിട്ട് ഇതാണ് പറഞ്ഞത്. വേണം പോയി. ഹലോ ഹലോ, രഞ്ജിത്ത് അല്ലേ? എൻ്റെ പേര് ആരതി. കഴിഞ്ഞ ദിവസം നിങ്ങളായിരുന്നു എന്നെ ഹോസ്പിറ്റലിലാക്കിയത്. ഞാൻ നിങ്ങളെ അന്വേഷിച്ചിരുന്നു. ആരോടും പറയാണ്ട് പെട്ടെന്ന് പോയല്ലേ? അത് അന്നാ ഒരു തിരക്കിൻ്റെ ഇടയിൽ പറ്റിപ്പോയതാണ്. സോറി. അയ്യോ സോറി ഒന്നും പറയണ്ട, കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. പോലീസിൽ നിന്നാണ് എനിക്ക് നിങ്ങളുടെ കോണ്ടാക്ട് നമ്പർ കിട്ടിയത്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആയിരുന്നില്ല കാര്യങ്ങൾ. ചിലപ്പോൾ നിങ്ങൾ തിരിച്ചു വന്നില്ലായിരുന്നെങ്കിൽ. അന്ന് ഞാൻ ജോലി കഴിഞ്ഞ് വരുന്ന വഴിയായിരുന്നു. കുറച്ച് ലേറ്റ് ആകുകയും ചെയ്തു. ഹലോ ഹലോ ഹലോ, അമ്മ ഇല്ല, ഞാൻ എത്താനായി. ഞാൻ ശ്രുതിനെ കൊണ്ടാക്കിട്ട് വരുന്ന വഴിയാന്ന്. ഇല്ല വേഗത്തു. ഏട്ടന്മാരെ സഹായം എന്തെങ്കിലും വേണോ? വണ്ടി മാറിടോ, മാറി നിൽക്കടോ. എന്ത് പോക്കട അവള് പോയത്? അളിയാ വണ്ടി ഇടാ. ആ ഉണ്ണേട്ടാ, ഞാൻ വേറെ സ്ഥലത്തായില്ലേ. നാളെയാ? എടുത്ത് വണ്ടിയിലോടാ. അതൊരു വണ്ടി വരുന്നുണ്ട്. എടുത്തു വണ്ടി എടുക്കടാ. വിട്ടോ. സത്യത്തിൽ ഞാൻ വിളിച്ചത് ഒന്ന് നേരിൽ കാണാൻ പറ്റുമോ അറിയാനാണ്. ഫോണിലൂടെ താങ്ക്സ് പറഞ്ഞാൽ മതിയാവില്ലെന്നറിയാം. എപ്പോഴാ ഒന്ന് നേരിൽ കാണാൻ പറ്റുക? പെട്ടെന്ന് തന്നെ കാണാം. പിന്നെ തെറ്റിദ്ധരിച്ചതിനും ഈ കാട്ടിക്കൊടുത്തിനൊക്കെ ഞങ്ങൾക്ക് സോറി പറയണം.